പ്യാരെ ബച്ചോ ആദാബ്. എജുപോർട്ടിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും നോക്ക്, ഏറ്റവും കൂടുതൽ എല്ലാ ചോദ്യ പേപ്പറിലും കാണാറുള്ള ഒരു ചോദ്യമാണ് കത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും എഴുതാതെ വിടുന്ന ഒരു ചോദ്യം കൂടിയാണ്. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് കത്ത് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ കത്ത് തയ്യാറാക്കുന്നതിൻ്റെ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി മാർക്ക് കിട്ടും എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെ നമ്മളത് എഴുതണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കത്ത് എഴുതുക എന്നുള്ളത് എന്താണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് മാറും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്ക്. കത്ത് തയ്യാർ കർണ അഥവാ കത്ത് തയ്യാറാക്കുക. ഒന്ന് നോക്കി, കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ സംഗതികളാണ് ഒരു കത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. കത്ത് തയ്യാറാക്കണമെങ്കിൽ എങ്ങനെയാണ് കത്ത് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്കറിയണ്ടേ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് അറിയണ്ടേ. യെസ്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം ഒരു കത്തിൽ വേണ്ടത് ജഗ ഓർ താരീഖ് അഥവാ സ്ഥലവും സമയവും കൊടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കണേ, ഒരു കത്ത് എഴുതുമ്പം ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സ്ഥലമായിരിക്കണം. നമ്മൾ എവിടെ നിന്നാണോ അയക്കുന്നത് ആ സ്ഥലം നമ്മൾ എഴുതണം. പിന്നെയോ സമയം, സമയം എന്ന് പറഞ്ഞാൽ അഥവാ തീയതി, ടൈമല്ല തീയതിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെയോ അൽകാബ് വ ആദാബ്, രണ്ടാമത് ശ്രദ്ധിക്കേണ്ട സംഗതി അൽകാബ് വ ആദാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിസംബോധനം ചെയ്യുക. നമുക്കറിയാം കത്ത് എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക അല്ലേ. നമ്മൾ പറയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മൾ പേരൊക്കെ പറഞ്ഞിട്ട് ആളറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നു, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എഴുതൂല്ലേ. അതിനാണ് അഭിസംബോധനം എന്ന് പറയാം. നമ്മൾ അദ്ദേഹത്തിനെ വിളിക്കണം ആദ്യമായിട്ട്. അതാണ് നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായിട്ടാണ് നമ്മൾ മൗസൂ അഥവാ വിഷയം എഴുതേണ്ടത്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കത്ത് എഴുതുന്നത് ആ സംഗതിയാണ് മൂന്നാമത് നമ്മൾ എഴുതേണ്ടത്. അവസാനമായിട്ട് ഹാത്തിമ, ഒരു എൻഡിങ് അല്ലേ. നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം, സ്വിച്ചിട്ട പോലെ നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ഇനി നേരിൽ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ നിർത്തേണ്ടത് അല്ലേ. അതൊക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. ഇതെങ്ങനെ ഉറുദുവിൽ എഴുതാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ഒരു 4 സംഗതി വെച്ചിട്ട് നമ്മളൊരു കത്തിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഏത് കത്തിലും എഴുതാൻ പറ്റും. ഏത് കത്ത് വന്നു കഴിഞ്ഞാലും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആദ്യമായിട്ട് ജഗ ഓർ താരീഖ് അതാണ് കൊടുക്കേണ്ടത് അല്ലേ. എവിടെയാണ് കൊടുക്കേണ്ടത്, കത്തി എഴുതുമ്പോൾ നമ്മുടെ വലത് ഭാഗത്തായിരിക്കണം നമ്മൾ സ്ഥലവും സമയവും കൊടുക്കേണ്ടത്. ഇവിടെ നോക്ക്, കാലിക്കറ്റ്, കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥലം കൊടുത്തു. ഇനിയോ ഡേറ്റ് കൊടുക്കണം അല്ലേ. 2019 സെപ്റ്റംബർ 10. നമുക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് കൊടുക്കാം, ഏത് ഡേറ്റ് കൊടുത്താലും പ്രശ്നമില്ല. ഇനി ആ 2 സംഗതി കഴിഞ്ഞു, സ്ഥലവും സമയവും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്, അൽകാബ് ആദാബ് അഥവാ അഭിസംബോധനം ചെയ്യണം. നമ്മൾ എഴുതുന്ന ആളെന്ത് ചെയ്യണം, വിളിച്ചിട്ട് നമ്മൾ പറയണം. അതെങ്ങനെ പറയാ, പ്യാരെ ദോസ്ത് ഡാഷ് ആദാബ് അഥവാ ഒരു സുഹൃത്തിന്, ഇപ്പം ഉദാഹരണത്തിന് മുന്നിക്കാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ പ്യാരെ ദോസ്ത് മുന്നി ആദാബ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് മുന്നി ആദാബ്, നമസ്കാരം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതുന്ന ആളെ പേര് മാത്രം എഴുതി കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം അല്ലേ. നമ്മൾ കത്ത് എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സുഖമാണോ, എനിക്കിവിടെ നല്ല സുഖമാണെന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെ എഴുതാം നോക്ക്, നമ്മളെല്ലാവരും ചോദിക്കുന്ന അതേ വേർഡ് ആപ്പ് കേസേ ഹെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ആപ്പ് കേസേ ഹെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്. മേ യഹാം ബഹുത് ഖുശ് ഹൂം, മേ യഹാം ഞാനിവിടെ എന്താണ്, ബഹുത്ത് ഖുശ് ഹൂം വളരെ സന്തോഷവാനാണ്. ഇതൊക്കെ ഏത് കത്തിലും ആർക്കുള്ള കത്തിലും ഒക്കെ എഴുതാട്ടോ. ആപ്പ് കേസേ ഹേ മേ യഹാം ബഹുത്ത് ഖുശ് ഹൂം, ഞാനിവിടെ വളരെ സന്തോഷവാനാണ്. തുമാരെ ഘർ വാലെ ഖൈരിയത്ത് സേ ഹേ നാ, നിന്റെ വീട്ടുകാർക്കൊക്കെ സുഖല്ലേ, എങ്ങനെ ചോദിക്കുക, തുമാരെ ഘർ വാലെ ഖൈരിയത്ത് സേ ഹേ നാ, തുമാരെ ഘർ വാലെ ഖൈരിയത്ത് സേ ഹേ നാ. ആ ഒരു സെന്റൻസ് പഠിച്ചു വെക്കുക. തുമാരി ബഹുത്ത് യാദ് ആയി,
നിന്റെ ഓർമ്മകൾ എനിക്ക് വല്ലാതെ വന്നു, ഇസിലിയെ കത്ത് ലിഖ്താഹും, അതുകൊണ്ടാണ് ഞാൻ കത്ത് എഴുതുന്നത്. ഇത്രയും സംഗതി ഏതാൾക്കുള്ള കത്തിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതാണ് അൽകാബ് വ ആദാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മൂന്നാമത് വേണ്ടത് മൗസു, വിഷയം. അതെന്ത് ചെയ്യും? ഈ വിഷയം എന്ത് ചെയ്യും? ഓരോ സമയത്തിനനുസരിച്ച് മാറും അല്ലേ? ഇപ്പം മുന്നിക്ക് കാബൂളി വാല എഴുതുന്ന കത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം എന്തായിരിക്കും കാബൂളി വാലയ്ക്ക് പറയാനുണ്ടാവുക? ഞാൻ കാബൂളിൽ എത്തിച്ചേർന്നു, വളരെ സന്തോഷവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറഞ്ഞു തരാം. ഇനി അവസാനം നിർത്തുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആപ്കെ സാത്ത് ഖുഷിയോ മനാനെ കെ ലിയെ മേ ജറൂർ ആവൂങ്ക. എന്താണെങ്കിലും ആപ്കെ സാത്ത് ഖുഷിയോ മനാനെ കെ ലിയെ, നിന്റെ കൂടെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട്, നിന്റെ കൂടെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്, മേ ജറൂർ ആവുങ്ക, ഞാൻ എന്തായാലും വരും. ഇതൊക്കെ നമുക്ക് ഏത് ലെറ്ററിലും എഴുതി കൊടുക്കാം. പിന്നെയോ മേ തുമാരി ജവാബി ഖത്ത് കാ ഇന്തിസാർ കർ റഹാ ഹൂം, ഇത് നമ്മൾക്ക് എല്ലാത്തിനും നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം. മേ തുമാരെ, ഞാൻ നിന്റെ ജവാബി ഖത്ത് കാ ഇന്തിസാർ കർ റഹാ ഹൂം. ജവാബി ഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറുപടി കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ നിന്റെ മറുപടി കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഫിർ മിലേങ്കി, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബഡേ പ്യാർ സേ തുമാര ഡാഷ്, ഇങ്ങനെയാണ് നമ്മൾ കത്ത് നിർത്തേണ്ടത്. അഥവാ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ തുമാരെ ജവാബി ഖത്ത് കാ ഇന്തിസാർ കർ റഹാ ഹൂം, ഞാൻ നിന്റെ മറുപടി കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഫിർ മിലേങ്കി, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതൊക്കെ ഫിർ മിലേങ്കി എന്നുള്ളതൊക്കെ ഏത് കത്തിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഫിർ മിലേങ്കി, വീണ്ടും കണ്ടുമുട്ടാം. ബഡേ പ്യാർ സേ, നിർത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എങ്ങനെയാണ് നിർത്തേണ്ടത്. ഈ ഒരു ഇടത് ഭാഗത്തായിട്ട് ബഡേ പ്യാർ സേ, വളരെ സ്നേഹത്തോടു കൂടി, തുമാര ദോസ്ത്, നിന്റെ കൂട്ടുകാരൻ. ആരാണോ, ചിലപ്പം രക്ഷിതാക്കൾക്കാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ തുമാര ബേട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുക, നമ്മളെ പേരും കൂടി എഴുതി കൊടുത്താൽ ഈ കത്ത് പൂർണ്ണമായി. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഏത് കത്തും എഴുതാൻ നമുക്ക് പറ്റും. ഒന്നും കൂടെ പറയാം, ഡേറ്റ്, തീയതി, അത് സ്ഥലം, തീയതി, അതെന്തായാലും കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അഭിസംബോധനം ചെയ്യും. പ്യാരെ ദോസ്ത് ആദാബ്, നമ്മൾ എന്ത് ചെയ്യും? അഭിസംബോധനം ചെയ്യും. പിന്നെ സുഖവിവരങ്ങൾ അന്വേഷിക്കും. ഇതൊക്കെ എല്ലാ കത്തിലും ഉണ്ടാവും. പിന്നെ അവസാനം നിർത്തുമ്പം എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മറുപടി കത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. മേ തുമാരെ ജവാബി ഖത്ത് കാ ഇന്തിസാർ കർ റഹാ ഹൂം, ഞാൻ എൻ്റെ മറുപടി കത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫിർ മിലേങ്കെ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബഡേ പ്യാർ സേ തുമാര ദോസ്ത്. അങ്ങനെയാണ് നമ്മൾ കത്ത് നിർത്തേണ്ടത്. ഓക്കെ, ഇനി നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്, ഓണം എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ശ്രദ്ധിച്ചോ, എന്താണ്? കാബൂളിവാല. നമുക്കറിയാം അല്ലേ? കാബൂളിവാല എന്ത് ചെയ്തു? തിരിച്ച് കാബൂളിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഇവിടെ കൊൽക്കത്തയിൽ നിന്നും മുന്നിയുടെ കല്യാണമൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മകളെ ഓർമ്മ വന്നു. അദ്ദേഹം കാബൂളിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ കാബൂളിലെത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് മുന്നിയെ എങ്ങനെ ഓർമ്മ വരുന്നത്. അപ്പം അദ്ദേഹം മുന്നിക്ക് എഴുതിയിട്ടുള്ള കത്തി എഴുതാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഓണം എക്സാമിന് ചോദിക്കാറുണ്ട്. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കാബൂളിവാല അപ്ന ഗാവോം കാബൂൾ വാപ്പസ് ഗയ. അങ്ങനെ എന്ത് ചെയ്തു? കാബൂളിവാല തൻ്റെ ഗ്രാമമായിട്ടുള്ള കാബൂളിലേക്ക് മടങ്ങിപ്പോയി. ഗർ പഹോഞ്ചിക്കർ മുന്നിക്ക് യാദ് ആയി. അങ്ങനെ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം എന്ത് ചെയ്തു? മുന്നിക്ക് യാദ് ആയി, മുന്നിയെ ഓർമ്മ വന്നു. മുന്നിക്കെ നാം പർ ഏക് ഖത്ത് ലിഖ്നാ ചാഹ്താ ഹൈ. അദ്ദേഹം എന്ത് ചെയ്തു? മുന്നിയുടെ പേരിൽ ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ബച്ചോ, കുട്ടികളെ, മുന്നിക്കെ നാം പർ കാബൂളിവാല കാ ഖത്ത് തയ്യാർ കീജിയെ. കാബൂളിവാലക്ക് മുന്നിക്ക് കാബൂളിവാല എഴുതിയിട്ടുള്ള കത്ത് തയ്യാറാക്കൂ എന്നാണ് ചോദ്യം. എങ്ങനെ എഴുതാം? ഒന്ന് നോക്കൂ. ആദ്യം നമ്മൾ സ്ഥലം കൊടുക്കണം. കാബൂളിവാല എവിടെയാണ്? കാബൂളിലാണ്. അപ്പൊ നമ്മൾ കാബൂൾ എന്ന സ്ഥലം കൊടുത്തു. ഡേറ്റ് കൊടുത്തു 2019 സെപ്റ്റംബർ 10. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. പ്യാരെ ദോസ്ത് മുന്നി, ഇവിടെ മുന്നി എന്നാണ് വേണ്ടത് കേട്ടോ. പ്യാരെ ദോസ്ത് മുന്നി ആദാബ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മുന്നി, ആദാബ്, നമസ്കാരം. ആപ്പ് കേസേ ഹേ, നിനക്ക് എങ്ങനെയുണ്ട്? മേ യഹാം ബഹുത്ത് ഖുഷ് ഹൂം, ഞാൻ എന്താണ് ഇവിടെ വളരെയധികം സന്തോഷവാനാണ്. തുമാരെ ഘർ വാലെ ഖൈരിയത്ത് സേ ഹേനാ, നിന്റെ വീട്ടുകാർക്കൊക്കെ സുഖല്ലേ? തുമാരി ബഹുത്ത് യാദ് ആയി, നിന്നെക്കുറിച്ച് എനിക്ക് വളരെയധികം ഓർമ്മ വന്നു.
ഇസ്ലിയെ ഖത്ത് ലിഖ്താഹു, അതുകൊണ്ടാണ് ഞാൻ കത്ത് എഴുതിയത്. ഇതൊക്കെ നമുക്ക് ആരോടും പറയാട്ടോ, ഇവിടെ മുന്നിയോടും അതേ സംഗതി തന്നെയാണ് കാബൂളിവാല പറയുന്നത്. ഇനി എന്താ പറയേണ്ടത്? അദ്ദേഹം പറയും അല്ലേ ഓട്ടോമാറ്റിക്കലി, ഇതാണ് വിഷയം. എന്താണ് അദ്ദേഹം പറയാ? ഞാൻ കാബൂളിലെത്തി അല്ലേ, മേം കാബൂൾ പഹുഞ്ച് ഗയ, ഞാൻ കാബൂളിൽ എത്തിച്ചേർന്നു. തുമാരി ബഹു, അത് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് അത് വേണമെന്നില്ല. ഇനി എന്താ വേണ്ടത്? ആപ്കെ സാത്ത് ഖുഷിയോ മനാനെ കെ ലിയെ മേ ജറൂർ ആവുക, എന്താണെങ്കിലും എൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മേ ജറൂർ ആവുക, ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരും. ജറൂർ ആവുക എന്ന് പറയാം, തീർച്ചയായിട്ടും വരും. മേ തുമാരി ജവാബി ഖത്ത് കാ ഇന്തിസാർ കർ റഹാ ഹൂം, മേ തുമാരെ, ഞാൻ നിന്റെ ജവാബി ഖത്ത് കാ, മറുപടി കത്തിന് വേണ്ടി, ഇന്തിസാർ കർ റഹാ ഹൂം, കാത്തിരിക്കുന്നു. ഫിർ മിലേംഗെ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബഡേ പ്യാർ സെ കാബൂളിവാല, വളരെ സ്നേഹത്തോടുകൂടി കാബൂളിവാല. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു സംഗതി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇത്രയും സംഗതി നമുക്ക് ഏത് കത്ത് വന്നാലും എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു കത്തിൻ്റെ മോഡലുകൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം നോക്ക്. ഇനി വരുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യം. ശ്രദ്ധിച്ചോ. മദർ തെരേസയ്ക്ക് ബാരെ മേ നോട്ട് തയ്യാർ കീജിയെ. നമുക്കറിയാം മദർ തെരേസ അല്ലേ, പാവങ്ങളുടെ അമ്മ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലേ, ഗരീബോങ്കി മസീഹ, പാവങ്ങളുടെ ഈസ എന്നൊക്കെ അറിയപ്പെടുന്ന മദർ തെരേസയെ കുറിച്ചുള്ള ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്ക്. മദർ തെരേസ ഏക് സമാജി ഖിദ്മത്കാർ थी. മദർ തെരേസ ആരാണ്? ഏക് സമാജി ഖിദ്മത്കാർ थी, ഒരു സാമൂഹിക പ്രവർത്തകയാണ്. സമാജി ഖിദ്മത്കാർ, സാമൂഹ്യ സേവക അഥവാ സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു സമാജി ഖിദ്മത്കാരാണ് ആര്? നമ്മുടെ മദർ തെരേസ. ഒരു പോയിന്റ് എല്ലാവരും കാണാതെ പഠിക്കാം. उन्होंने अपनी जिंदगी बीमारों और लाचारों के लिए वक़फ कर दी. ഇനി എന്താണ് മദർ തെരേസയ്ക്ക് ഇത്ര പ്രത്യേകത? ഉനോനെ, മദർ തെരേസ, അവൾ അപ്നി ജിന്ദഗി, അവരുടെ ജീവിതം, ബീമാറോ, രോഗികൾക്ക് വേണ്ടിയിട്ടും, ഓർ ലാച്ചാറോ കേലിയെ, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും, വഖഫ് കർദി, എന്ത് ചെയ്തു? സമർപ്പിച്ചു. അതാണ് മദർ തെരേസയുടെ പ്രത്യേകത അല്ലേ. അവരെന്ത് ചെയ്തു? പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ചു. അതാണ് അടുത്ത പോയിന്റ് അല്ലേ. ഇനിയോ വോ ഗരീബോं का मसीहा के नाम से मशहूर है. മദർ തെരേസ എന്താണ്? ഗരീബോं का मसीहा के नाम से मशहूर है. പാവങ്ങളുടെ യേശു, മസീഹ എന്ന് പറഞ്ഞാൽ ഈസ, യേശു എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഗരീബോं का മസീഹ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, പ്രശസ്തിയായിട്ടുള്ളത്. എങ്ങനെ എഴുതാം? വോ ഗരീബോं का मसीहा के नाम से मशहूर है. दूसरे इंसानों के भलाई के लिए काम करती थी. ഇനി എന്താണ് മദർ തെരേസ ചെയ്തത്? ദൂസരെ ഇൻസാനോക്ക്, മറ്റുള്ള വ്യക്തികളുടെ, ബലായി കേലിയെ, നന്മക്ക് വേണ്ടിയിട്ട്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് കാം കർത്തി थी, ജോലി ചെയ്തിരുന്നു. അതായത് മദർ തെരേസ എന്താ ചെയ്തത്? മറ്റുള്ള ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ആളുകളുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് കാം കർത്തി थी, നന്നായിട്ട് പരിശ്രമിച്ച ഒരാളായിരുന്നു മദർ തെരേസ. ദൂസരെ ഇൻസാനോക്ക് ബലായി കേലിയെ കാം കർത്തി थी. ഉൻകോ നോബൽ ഇനാം ഭി മിലി ഹെ. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്? മദർ തെരേസക്ക് നമുക്കറിയാം സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരാളാണ് മദർ തെരേസ. എങ്ങനെ ഇതാ? ഉൻകോ നോബൽ ഇനാം ഭി മിലി ഹെ, അവർക്ക് എന്തും കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. നോബൽ ഇനാം ഭി മിലി ഹെ, നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മദർ തെരേസയെ കുറിച്ച് സിമ്പിളായിട്ട് നമ്മൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. നോക്ക്, മദർ തെരേസ एक समाजी खिदमतगार थी. उन्होंने अपनी जिंदगी बीमारों और लाचारों के लिए वक़फ कर दी. वो गरीबों का मसीहा के नाम से मशहूर है. दूसरे इंसानों के भलाई के लिए काम करती थी. उनको नोबल इनाम भी मिली है. ഇത്രയും എഴുതി കഴിഞ്ഞാൽ
3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്, 3 മാർക്കിനും ചോദിക്കാറുണ്ട്, 4 മാർക്കിനും ചോദിക്കാറുണ്ട്. ഈ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും തീർച്ചയായിട്ടും വരുന്നൊരു ചോദ്യമായിരിക്കും മദർ തെരേസയെക്കുറിച്ച് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയിലൂടെ 8 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്ന് കത്തെഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മദർ തെരേസയെക്കുറിച്ച് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, സമയമെടുത്ത് എഴുതി തന്നെ പഠിക്കുക. എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. ഖുദാ ഹാഫിസ്.